എന്തു പറഞ്ഞാലും ഒരു നാണവുമില്ല. ഹിപ്പോപ്പൊട്ടാമസ് വന്ന് നിക്കണ പോലെ നിന്നോളും. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നാവിറങ്ങിപ്പോയോ? ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് ഇത്രയൊക്കെ പറയാനുണ്ടോ? ഉണ്ടോടി രത്നമ്മേ? ഞാൻ കിടക്കാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. എന്തു ഫലം! ചേമ്പിലോട്ട് വെള്ളം ഒഴിച്ചത് പോലെയുണ്ട്. അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ? അബദ്ധം ചേച്ചിക്കുട്ടി ഇങ്ങതാ, ഞാൻ നനയ്ക്കാം. വേണ്ട പുണ്ണി, ചേച്ചിക്കുട്ടിയുടെ ജോലി എത്രയും കുറയട്ടെ വിചാരിച്ചിട്ടാ ഞാൻ പറയുന്നത്. ഇത് ജോലിയാണോ പുണ്ണി? ഹോബിയല്ലേ? പൂച്ചെടികൾ നട്ടു വളർത്തുക, വെള്ളം ഒഴിക്കുക, പരിപാലിക്കുക, ഇതൊക്കെ നല്ല രസമുള്ള ജോലികളല്ലേ? നമ്മൾ നട്ടു വളർത്തുന്ന ചെടിയിൽ ഒരു പൂ ഉണ്ടാവുന്ന കണ്ട എന്ത് സന്തോഷാ നമുക്ക്. എങ്കിൽ ഞാനും കൂടെ കുറച്ച് സന്തോഷിക്കാം. വേണ്ട പുണ്ണി. കണ്ടോ, നിന്റെ തലയിൽ വെള്ളം വീണ് വല്ല ജലദോഷം പിടിച്ചാ അതിന് എനിക്ക് വഴക്ക് കിട്ടുന്നേ. ഓ, ഇതുകൊണ്ടൊന്നും എനിക്കൊരു അസുഖം പറ്റത്തില്ല. ജാനിമോളെ, എന്താച്ചാ? നിനക്ക് ഫോൺ. നിന്റെ ഫ്രണ്ടാ സരിക, അതുകൊണ്ട്. അപ്പുണ്ണി. ഹലോ, നിന്റെ അച്ഛനാണോ ഇപ്പൊ ഫോൺ എടുത്ത്? അതെ, അച്ഛനാ. ഭാഗ്യം, പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ നിന്റെ വീട്ടില്. ജാനിക്ക് ഫോൺ കൊടുക്കാവോന്ന് ചോദിച്ചപ്പോ ജാനിയുടെ ഫ്രണ്ടാണോന്ന് മാത്രമേ എന്നോട് ചോദിച്ചോളൂ. അതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പേരും പറഞ്ഞു. നീ ഇപ്പൊ എന്താടി അർജന്റായിട്ട് വിളിച്ചേ? എടി, കമ്പൈൻ സ്റ്റഡിക്ക് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? അമ്മയോട് ചോദിച്ചു ഞാൻ അനുവാദം വാങ്ങിച്ചു. ഇനി നിന്റെ കാര്യം അറിഞ്ഞാ മതി. 1 മിനിറ്റ്, ഞാൻ അച്ഛനോടും ചോദിക്കട്ടെ. അച്ഛാ, എന്റെ കൂട്ടുകാരിയാ, ഇവിടെ കമ്പൈൻ സ്റ്റഡിക്ക് വന്നോട്ടെ ഞാൻ ചോദിക്കുക. അതിനെന്താ മോളെ, വരാൻ പറയേ. അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ ഇവിടെ ഉള്ളത് എന്റെ ധൈര്യം. ഇല്ലെങ്കിൽ എന്താടി, ടൺ കണക്കിന് ധൈര്യം കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, വന്നിട്ട് കാണാം. അച്ഛാ, മോളുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണോ സരിക? ആ, വരട്ടെ, നമുക്കെല്ലാവർക്കും പരിചയപ്പെടാലോ. അല്ലടാ അപ്പുക്കുട്ട? മതി. സൂര്യമോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നായിരിക്കും അവക്ക ഇങ്ങനത്തെ കുസൃതി. മതിയോ? ചെന്ന് നോക്ക് ജാനിമോള്. നീയായിരുന്നോടി കള്ളി? ആ, ഞാനായിരുന്നടി പെരുങ്കള്ളി. നീ രാവിലെ വരുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. അച്ഛൻ എന്റെ അടുത്ത് പാതി മനസ്സോടെ പൊയ്ക്കോളാൻ പറഞ്ഞത്. അച്ഛനൊരു വീണ്ടും വിചാരം ഉണ്ടാവുന്നതിന് മുൻപ് ഞാൻ ചാടി പുറപ്പെട്ടു. കയറി വാ. ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. നീ കഴിച്ചോ?
ഞാൻ കഴിച്ചിട്ടാ വന്നേ. എന്നാ ശരി, നീ അങ്ങോട്ടിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ആരാ മോളെ അത്? നിന്റെ കൂട്ടുകാരിയാ? കമ്പൈൻ സ്റ്റഡിക്ക് വന്നതാ. എന്നിട്ട് നീ അവിടെ ഇരുത്തിയോ? ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കല്ലേ വിജയേട്ടാ? അതുകൊണ്ട് എന്താ കുഴപ്പം? നീ ചെല്ലു മോളെ. നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയാ അവനവന് തന്നെ നല്ലത്. അതെനിക്കും തോന്നാറുണ്ട്, ചിലരെയൊക്കെ നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തണമെന്ന്. പോട്ടെ പോട്ടെ എന്നോർത്ത് ക്ഷമിക്കുക. എഴുന്നേറ്റ് വാ. എങ്ങോട്ട് വാ? എല്ലാവർക്കും പരിചയപ്പെടണ്ടേ നിന്നെ? നിങ്ങൾ ഫുഡ് കഴിക്കല്ലേ? അവിടെ ആവുമ്പോ എല്ലാവർക്കും ഒറ്റയടിക്ക് നിന്നെ പരിചയപ്പെടാലോ. എല്ലാരും കൂടെ ഒറ്റയടിക്ക് താഴെ ഇടാതിരുന്നാ മതി. അച്ഛാ, ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മേ, സരിക. അറിയാം, സ്കൂളിൽ കണ്ടിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഞാനും ടീച്ചറെ കണ്ടിട്ടുണ്ട്. ജാനകിയുടെ അമ്മയായോണ്ട് ഞാൻ വാച്ച് ചെയ്തിട്ടുമുണ്ട്. സരികെ, ഇതാണ് അമ്മമ്മ, അമ്മയുടെ അമ്മയാ. എനിക്കറിയാം, ഫോൺ എടുത്താൽ കണ്ണടിച്ച് ചീത്ത വിളിക്കുന്ന ആളല്ലേ. ഞാനാദ്യം വിചാരിച്ചു വല്ല വട്ട് കേസുമായിരിക്കുമെന്ന്. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല. അതേ അബദ്ധത്തിൽ സംഭവിച്ചതാ, വേറെ ആരോ ഒന്ന് കരുതി. ഓ, അങ്ങനെയാണല്ലേ. ഞാനോർത്തു ഫോണിന്റെ ഒച്ച കേൾക്കുമ്പോ അലർജിയുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന്. ആ, സരികരിക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളുടെ കൂടെ സഹകരിക്കാം. എടുക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ കഴിച്ചു. ഒറ്റ വയറേ ഉള്ളൂ, അതാ പ്രശ്നം. ഇവിടെ ഞങ്ങൾക്കൊക്കെ 2 വയറുണ്ടേ. ചിലർക്ക് അങ്ങനത്തെ ഭാഗ്യങ്ങൾ കിട്ടും. 3 കണ്ണ്, 4 നാക്ക്, അങ്ങനെ. തമാശക്കാരിയാണല്ലോ. ആ, ഏതായാലും ഇരിക്കെ. ഒരു ചായ കുടിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ? ഒരു വിരോധവും ഇല്ല. ഈ കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പണ്ടല്ലായിരുന്നോ? ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? പഠിക്കുന്ന പിള്ളേർക്ക് നല്ലതാ ടീച്ചറെ. ജാനകി നന്നായിട്ട് പഠിക്കുമല്ലോ. അത് ശരിയാ. കൂടെ പഠിക്കാൻ വരുന്ന പെങ്കൊച്ചും കൂടെ നല്ലതായിരിക്കണം.